നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നല്ലൊരു കഥ കേട്ടാലോ? അതിനുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ജോണിയും അനിയൻകുട്ടനും ജോസഫും ഒക്കെ പുള്ളിക്കനെ അന്വേഷിച്ച് നാഗർകോവിലേക്ക് പോകുന്ന സമയത്താണ് വാസവന്റെ കോള് ജോണിയുടെ ഫോണിലേക്ക് വരുന്നത്. പിന്നീട് ജോണിയുടെ കാര്യങ്ങളൊക്കെ തിരക്കുവാണ്. അപ്പോഴേക്കും ജോണി പറഞ്ഞു, സാറേ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ എന്നെ വിവരം അറിയിക്കണം എന്ന് പറഞ്ഞു. അത് ഞാൻ ഏറ്റു സാറേ, സാറ് പേടിക്കൊന്നും വേണ്ട. അവനെ കൈ കിട്ടുവാണെങ്കിൽ അങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവന്നേക്കാന്ന് പറഞ്ഞു. അത് വേണം, അവനൊരു കാരണവശാലും രക്ഷപ്പെട്ടു പോകാൻ പാടില്ലെന്ന് പറഞ്ഞു. ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ജോണി കോള് കട്ട് ചെയ്യുകയാണ്. ആ സമയത്ത് ജോസഫ് പറഞ്ഞു, മിക്കവാറും നമ്മൾ അന്വേഷിച്ച് ചെല്ലുന്നിടത്ത് തന്നെ അവൻ കാണും. ഇനിയിപ്പം നമ്മൾ ചെല്ലുവാന്നെങ്ങനെ പറഞ്ഞിട്ട് അവൻ അവിടുന്ന് മുങ്ങിയാലോ ഉള്ളെന്ന് പറഞ്ഞു. അനിയൻകുട്ടൻ പറഞ്ഞു, അതിന് നമ്മൾ ചെല്ലുന്ന കാര്യം അവൻ അറിയത്തില്ലോ എന്ന് പറഞ്ഞു. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അവനെ പിടികൂടിയാൽ മാത്രമേ വിക്രം നിരപരാധിയാന്നുള്ള കാര്യം പുറത്തു കൊണ്ടുവരാൻ പറ്റുള്ളൂ. പുള്ളിക്കിന് ആരുടെയോ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ പണം വാങ്ങിയിട്ടുണ്ട്. അവൻ ആർക്കോ വേണ്ടി വിക്രത്തെ ചതിച്ചാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജോണി ചോദിച്ചു, അല്ല ഈ പറയുന്നത് ശ്രീനി സാറിന് ഇതിനെക്കുറിച്ച് അറിയാമെന്ന് ചോദിച്ചു. നിങ്ങൾ പുള്ളിക്കിനെ അന്വേഷിച്ച് പോകാന്നുള്ള കാര്യം സാറിനോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അവനെ പിടികൂടിയിട്ട് വേണം കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. എന്താണെങ്കിലും ശ്രീനി സാറിന്റെ മുന്നിൽ അവനെ കൊണ്ട് നിർത്തും. അവനെ പിന്നെ ശ്രീനി സാർ വെറുതെ വിടത്തില്ല, വെച്ചേക്കില്ല എന്നൊക്കെ പറയുകയാണ്. ഈ സമയത്ത് ജോണി ഇങ്ങനെ ഒന്ന് ആലോചിച്ചു. കാരണം ഇവരുടെ കയ്യിൽ അവനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉറപ്പായിട്ടും വാസു സാറിൻ്റെ അടുത്തേക്കും ശ്രീനി സാറിൻ്റെ അടുത്തേക്കും കൊണ്ടുപോകും. പക്ഷെ അതിനു മുമ്പ് താൻ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കണം എന്നൊരു ചിന്തയായിരുന്നു ജോണിയുടെ മനസ്സിൽ. ശ്രീകാന്തിന് കൊണ്ടേ കൊടുക്കണം പുളിക്കനെ. അങ്ങനെയാണ് അവർ തമ്മിലുള്ള കരാറ്. അതുകൊണ്ടാണല്ലോ ജോണി ഇത്ര ഉത്സാഹത്തോടുകൂടി ഇവരോടൊപ്പം പുറപ്പെട്ടിരിക്കണേ. ഇതേ സമയത്ത് വിക്രത്തിൻ്റെ അടുത്തേക്ക് വേദയെന്നു. അപ്പോഴേക്കും വേദയുടെ കയ്യിലേക്ക് വിക്രം പിടിച്ചിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് ഇരിക്കാൻ പറഞ്ഞു. എന്തിനാ ഇവിടേക്ക് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ വേദയെ ചേർത്ത് പിടിക്കുകയാണ് വിക്രം. ഈ സമയത്ത് വേദ പറഞ്ഞു, എന്താന്ന് ചോദിച്ചു. ശരിക്കിപ്പം ഞാൻ ആലോചിക്കുന്നത് എന്താണെന്നറിയാവോ, ഇങ്ങനെയൊക്കെ ഉണ്ടായത് നല്ല കാര്യമാണെന്ന് തോന്നേ, അതുകൊണ്ടല്ലേ നമ്മൾ തമ്മിൽ ഇത്ര അടുക്കാൻ കാരണം. വേദ പറഞ്ഞു, അത് ശരിയാ, ഞാനും പലപ്പോഴും അത് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. വിക്രം പറഞ്ഞു, ഇത്ര സ്നേഹം നിന്റെ മനസ്സിലുണ്ടായിട്ടാണോ ഇത്രയും കാലം നീ എന്നോട് ദേഷ്യം കാണിച്ചുകൊണ്ടിരുന്നേ? അതൊക്കെ മറച്ചു വെച്ചതെന്ന് ചോദിച്ചു. അത് പിന്നെ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പറയാൻ പറ്റുമോ വിക്രു? ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വിക്രുവിന് മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ എന്തായിരിക്കും, ഞാൻ നാണം കെട്ട് പോകത്തില്ലേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു, എപ്പോഴാന്ന് എനിക്കറിയില്ല, ഒരുപക്ഷെ നമ്മൾ അടി കൂടുന്ന സമയത്തും ഞാൻ ശരിക്കും അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. എപ്പോഴോ ഏതോ നിമിഷത്തിൽ നീ എൻ്റെ മനസ്സിലേക്ക് കയറി കൂടിയതാ. പിന്നെ അന്ന് നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് എൻ്റെ നെഞ്ച് ശരിക്കും കത്തിയായിരുന്നു. നീ ഇല്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ആ വീട്ടിൽ പോലും നിൽക്കാൻ പറ്റിയില്ല. എൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നു അറിയാമായിരുന്നു എന്ന് ചോദിച്ചു. ഭേദ പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം. എങ്ങനെ അറിയാമെന്ന്? പിന്നെ എനിക്കറിയാം വിക്രം എന്നെ ഇഷ്ടമായിരുന്നുള്ള കാര്യം. ഇത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, അങ്ങനെയൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേദ പറഞ്ഞു, പിന്നെ ഒരു കാര്യമുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരണം. അറിയാലോ, വിക്രം നിരപരാധി എന്ന് തെളിഞ്ഞാൽ മാത്രമേ ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, എനിക്കിപ്പോൾ പുറത്തു പോകണമെന്നൊന്നുമില്ല. ഇത് കേട്ടപ്പോൾ വേദിച്ച, അതെന്താ? അല്ല നമുക്കിവിടെ അങ്ങോട്ട് കഴിയാന്ന് പറഞ്ഞു. വേദ പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എങ്ങാനും വന്ന് പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറിയാലോ പിന്നെ എന്താ സംഭവിക്കണമെന്ന്. വിക്രം പറഞ്ഞു, പിടിക്കപ്പെടുന്നതിന് മുമ്പ് നമുക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഒരു കാര്യം ഉറപ്പാ, ഞാൻ പോയിട്ടുണ്ടെങ്കിൽ നീയും എൻ്റെ കൂടെ വരുമല്ലോ, ആ ഒരു സമാധാനം ഉണ്ടെന്ന് പറഞ്ഞു. വേദ പറഞ്ഞു, അങ്ങനെ പോണെങ്കിൽ വിക്രം നിരപരാധി എന്ന് തെളിയിക്കണ്ടേ, എന്നിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് പോകാനായിട്ട്. പക്ഷെ അതിന് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് എന്തായാലും 1-2 ആൾക്കാരെ കാണാനുണ്ട്, ദർശനെ ഒന്ന് കാണണം, പുറത്ത് പോകണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, എന്താണെങ്കിലും ഇന്നിനിയിപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞു. അതെന്താ? ഒരു കാര്യം ചെയ്യുക, നാളെ പോകാമെന്ന് പറഞ്ഞു. നീയും കൂടെ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ പട വിഷമം, ഈ മുറിയിൽ ഒറ്റയ്ക്കിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. വേദ പറഞ്ഞു, കുറച്ച് ദിവസങ്ങളിലേ ഉള്ളൂ, എന്താണെങ്കിലും ഈ ആഴ്ചക്കുള്ളിൽ തന്നെ പുള്ളിക്കനെ പിടികൂടുന്നുള്ള കാര്യം ഉറപ്പാണ്. വാസവൻ വെറുതെ ഇരിക്കില്ല, ഉറപ്പായിട്ടും വാസവൻ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കും. അങ്ങനെ തിരിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കനെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും, വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ കിട്ടും. അത് കേട്ടപ്പം വിക്രം പറഞ്ഞു, അതാണ്, എത്രയും പെട്ടെന്ന് തന്നെ അവനെ പിടികൂടണം. ഒരു പക്ഷേങ്കിൽ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന സമയമായിരുന്നെങ്കിൽ അവനെ ഞാൻ പിടികൂടിയാലും സത്യങ്ങൾ പുറത്തു കൊണ്ടുവന്നേനെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, ഒരു കണക്കിന് നല്ലതായില്ലേ പുറത്തിറങ്ങാൻ പറ്റാത്ത? അതെന്താ? അതുകൊണ്ടല്ലേ നമുക്കിങ്ങനെ ഒന്നിച്ചിവിടെ ഇരിക്കാൻ പറ്റണമെന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പം വിക്രം വേദ ഒന്നുകൂടെ ചേർത്ത് പിടിച്ച് ഉമ്മ വെക്കുകയാണ്. അങ്ങനെ അവർ സന്തോഷത്തോടെ ഇരിക്കുക. അതേസമയം ജോസഫും അനിയൻകുട്ടനും അവരൊക്കെ അങ്ങനെ നാഗർകോവിലെത്തുകയാണ്. അങ്ങനെ നാഗർകോവിലെത്തി അവനെ കണ്ടെന്ന് പറയുന്ന ആ സ്ഥലത്ത് പോയി അന്വേഷിക്കുന്നുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനുമാണ് ഒരു ചെറിയ വിവരം കിട്ടുന്നത്.
അവൻ എവിടെയാണ് ഉള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ തിരുനെൽവേലി അവിടെ വീട്ടിലുണ്ടെന്നുള്ളൊരു രഹസ്യ വിവരം കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു കടക്കാരനാണ് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പം അയാൾക്ക് കുറച്ച് പണമൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പണം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ എന്ത് ചെയ്തു, ഈ പുളിക്കൻ വന്ന് ഈ പുളിക്കനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ എങ്ങോട്ടാണ് പോകുന്നത്, എന്താ ചെയ്യുന്നതെന്നൊക്കെ അന്വേഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ജോസഫിനും അനിയൻകുട്ടനൊക്കെ ആ വിവരങ്ങൾ കിട്ടുന്നുണ്ട്. അവൻ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന്. ഒടുവിൽ അവരെ തിരുനെൽവേലിയിലേക്ക് ചെല്ലുവാണ്. ഈ സമയം അവനൊരു ഗോഡൗണിൻ്റെ അവിടെയാണ് ഒളിച്ചിരിക്കുന്നത്. ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ആരും ഇങ്ങോട്ടേക്ക് വരില്ല എന്നൊരു ആത്മവിശ്വാസമൊക്കെ പുളിക്കനുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ജോസഫ് അനിയൻകുട്ടനൊക്കെ ചെല്ലുമെന്ന് ഒരിക്കലും ചിന്തിച്ചു പോലില്ല. അങ്ങനെ ഒഴിവില്ല അവരവിടെ ചെന്നു. അവിടെ ചെന്ന് പുളിക്കനെ പിടികൂടുവാണ്. പിടികൂടി കഴിഞ്ഞ് പുളിക്കനൊന്ന് ഓടാൻ പോലും പറ്റിയില്ല. അതിനു മുമ്പ് പിടി വീണ് കഴിഞ്ഞു. ജോസഫ് നല്ല രീതിയിൽ നാളെണ്ണം കൊടുത്തു. പുളിക്കൻ അവശനായിപ്പോയി. ജോണിയും അനിയൻകുട്ടനൊക്കെ ഉണ്ടായിരുന്നല്ലോ, രക്ഷപ്പെടാൻ പറ്റിയില്ല പുളിക്കന്. ഈ സമയം ജോസഫ് ചോദിച്ചു, നീ എന്താടാ വിചാരിച്ചോണ്ടിരുന്നേ? എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിച്ചോണ്ട് ഇവിടെ വന്ന് കഴിയാന്നോ? അങ്ങനെ എല്ലാ കാലത്തും നിനക്ക് എല്ലാവരെയും പറ്റിച്ചോണ്ട് കഴിയാൻ പറ്റില്ലെന്ന് മനസ്സിലായല്ലോ. സത്യം പറയടാ, ആരാ നിന്നെ കൊണ്ട് ഈ ക്രൂരകൃത്യം ചെയ്യിച്ചെന്ന് ചോദിച്ചു. അപ്പോഴേക്കും പുളിക്കൻ ചോദിച്ചു, ഞാനും തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. സത്യം പറ, വിക്രത്തിന്റെ തലയിലേക്ക് കുറ്റം കെട്ടിവെക്കാനായിട്ട് നീ കുറെ കടത്ത് പണിപ്പെട്ടല്ലോ. ആര് പറഞ്ഞിട്ടാ നീ ഇങ്ങനെ ചെയ്തേ? ആരാടാ നിന്നെ അതിന് പ്രേരിപ്പിച്ചെന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ സത്യം പറഞ്ഞു. അല്ലേ ഇപ്പം നിന്റെ ശവമായിരിക്കും ഇനി ഇവിടുന്ന് കൊണ്ടുവന്നേന്ന് പറഞ്ഞു. സത്യം പറഞ്ഞു നിനക്ക് നല്ലതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും പുളിക്കൻ ഇങ്ങനെ ഒന്ന് അനിയൻകുട്ടനും ജോസഫിനെ ജോണിനെയൊക്കെ നോക്കുകയാണ്. പിന്നീട് പുളിക്കൻ പറഞ്ഞു, അത് പിന്നെ ഞാൻ സത്യം പറഞ്ഞു എന്ന് പറഞ്ഞു. അത് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല. എന്നോട് ശ്രീകാന്ത് സാറാ ഇതിനെക്കുറിച്ച് പറഞ്ഞേ. ശ്രീകാന്ത് സാറ് പറഞ്ഞനുസരിച്ചാണ് ഞാനിതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അനിയൻകുട്ടനും ഒക്കെ ഞെട്ടി. കാരണം അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ശ്രീകാന്ത് ആയിരിക്കും ഇതിൻ്റെ പിന്നീടുള്ളതെന്നുള്ള കാര്യം. വേദയുടെ സഹോദരനാണ്, അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നൊരു ചിന്ത അവരുടെ മനസ്സിലേക്കും വന്നു. പിന്നീട് വള്ളി പുള്ളി വിടാതെ കാര്യങ്ങളൊക്കെ പറയണം. തനിക്ക് പണം തന്നതും എല്ലാ കാര്യങ്ങളും പറയണം. അവരാരും ഇറക്കി കളിച്ചിരിക്കുന്നേ, എന്നോട് പറഞ്ഞ കാര്യം മാത്രം ഞാൻ ചെയ്തു. വിക്രം ഇടുന്ന പോലത്തെ അതേ സെയിം കളർ ഷർട്ടും കാര്യങ്ങളൊക്കെയാണ്. വിക്രത്തിന് അത്ര ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അയാൾക്ക് എന്നൊക്കെ ഇങ്ങനെ പറയണം. അയാളാണ് വിക്രത്തെ വിക്രത്തെ വരുണ്ണെ കുത്തിയിട്ട് പോയത്, വരുണ്ണെ കൊന്നേന്ന് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ജോസഫ് അനിയൻകുട്ടൻ പറഞ്ഞു, ഇവന് ഇപ്പം തന്നെ അങ്ങ് തീർത്ത് കളയണ്ടെന്ന് പറഞ്ഞു. അനിയൻകുട്ടൻ പറഞ്ഞു, വേണ്ട, ഇവൻ അവിടെ വരണം. സത്യങ്ങളൊക്കെ പറഞ്ഞാലേ വിക്രത്തെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. സത്യം പറയടാ, ഇനി നീ ഇത് മാറ്റി പറയുമെന്ന് വെച്ചു. അയ്യോ ഇല്ല, ഞാൻ ഒരിക്കലും പറയില്ല ജോസഫ് എന്ന് പറഞ്ഞു. ശരി, നിന്നെ ഞങ്ങൾ മാപ്പ് സാക്ഷിയാക്കാം. ഒരു കാര്യം നീ ചെയ്യണം. വന്നിട്ട് വാസവനോടും അതുപോലെ തന്നെ ശ്രീനി സാറിനോടും ഇതിനെക്കുറിച്ചൊക്കെ പറയണമെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് സംഭവിച്ചത്, ഇതിൻ്റെ പിന്നിൽ ആരാ ഉള്ളതെന്നുള്ള കാര്യം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് പുളിക്കാൻ പറഞ്ഞു, ഞാൻ വരാം, ഞാൻ എവിടെ വേണമെങ്കിലും വന്ന് സത്യങ്ങളൊക്കെ തുറന്നു പറയാം. പക്ഷേ എന്നെ കൊലയ്ക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞു. കൊലയ്ക്ക് കൊടുക്കണോ വേണ്ടതെന്ന് ആലോചിക്കട്ടെ. എന്തായാലും നീ വന്ന് സത്യങ്ങളൊക്കെ തുറന്നു പറയണം. അങ്ങനെ പറഞ്ഞാൽ മാത്രമേ വിക്രത്തിന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിലുണ്ടല്ലോ, ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വാസവൻ നിന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പം നീ ഉള്ള സത്യങ്ങളൊക്കെ ഒന്ന് തുറന്നു പറയുവാണെങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇല്ലെങ്കിൽ പിന്നെ നിന്റെ പൊടി പോലും വെച്ചേക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പുളിക്കൻ ആകെപ്പാടെ പേടിച്ചു പോയി. പുളിക്കന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സമയത്ത് ജോണി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇവനെ നമുക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് ജോണി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ജോണി ശ്രീകാന്തിനെയൊക്കെ വിളിക്കണം. ശ്രീകാന്തിനെ വിളിച്ചിട്ട് പുളിക്കനെ കണ്ടെത്തി എന്നുള്ള കാര്യം പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രശേഖരൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, എത്രയും പെട്ടെന്ന് അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. പക്ഷെ ഒരു കാര്യമുണ്ട് സാറേ, അവനുണ്ടല്ലോ ഉള്ള സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ജോസഫിനോടും അനിയൻകുട്ടനോടും ഒക്കെ. അത് പോരാഞ്ഞിട്ട് ശ്രീനി സാറിൻ്റെ അടുത്തും വാസവ സാറിൻ്റെ അടുത്തും സത്യങ്ങളൊക്കെ പറയുമെന്നും പറഞ്ഞിരിക്കുന്നത്. ശ്രീകാന്ത് പറഞ്ഞു, ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കരുത്. അതിനു മുമ്പ് അവനിവിടെ എത്തിക്കണം. അവനെ തീർക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ്. അവനെ തീർത്തില്ലെങ്കിൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ ഏറ്റു. എന്താണല്ലോ ഇവരുടെ കണ്ണു മേടിച്ച് അവനെ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞു. അതേസമയം ജോസഫ് പുറത്തിറങ്ങിയിട്ട് വേദയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. വേദയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. പക്ഷെ കോളെടുത്ത് വിക്രമാണ്. ജോസഫിൻ്റെ കോൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ വിക്രത്തോടാണ് കാര്യങ്ങൾ പറയണേ. വിക്രം കാര്യങ്ങളൊക്കെ അറിയണം, പുളിക്കനെ പിടികൂടി എന്നുള്ള കാര്യങ്ങൾ. അപ്പോഴേക്കും ചോദിച്ചു, അയാൾ എന്തേലും പറഞ്ഞു ഇതിന് പിന്നിൽ ആരാ എന്താ എങ്ങനെയാന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. പിന്നീട് വേദയോട് അറിഞ്ഞ കാര്യങ്ങളൊക്കെ വിക്രം പറയുന്നുണ്ട്. കാരണം വിക്രത്തിന് ഭയങ്കര സന്തോഷമായിരുന്നു പുളിക്കനെ പിടികൂടി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം. അതുപോലെ തന്നെ വേദയ്ക്കും എത്രയും പെട്ടെന്ന് അവനെ പിടികൂടണം, എങ്കിൽ മാത്രമല്ലേ വിക്രം നിരപരാധി എന്ന് തെളിയിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒടുവിൽ
വേദയോട് വിക്രം ആ കാര്യം പറയണേ, ഇതിൻ്റെ പിന്നിൽ ആരാ ഉള്ളതെന്നുള്ള കാര്യം. ജോസഫ് പറഞ്ഞു, നിന്റെ സഹോദരനുണ്ടല്ല ശ്രീകാന്ത്, അവനാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അവനാണോ പൈസ കൊടുത്ത് പുളിക്കിനെ സ്വാധീനിച്ചിരിക്കുന്നത്, ആളെ വരുത്തിച്ച് വരുണ്ണ ഇല്ലാതാക്കിയെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദ ഒരു നിമിഷം ഒന്ന് ഞെട്ടി. വേദയ്ക്ക് അറിയാമായിരുന്നു ഇതിനകത്ത് ശ്രീയേണ്ണ പങ്കുണ്ടെന്ന്. വിക്രം പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്താണെങ്കിലും ഉറപ്പായിട്ടും നിന്റെ സഹോദരനൊന്നും ഞാൻ നോക്കത്തില്ല, പണി കൊടുക്കുമെന്ന് പറഞ്ഞു. വേദ പറഞ്ഞ്, എടുത്ത് ചാടി ഒന്നും ചെയ്യില്ല വിക്രം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആലോചിച്ചൊരു തീരുമാനം എടുക്കാം. പുളിക്കിനെ ആദ്യം കൊണ്ടുവരട്ടെ, പുളിക്കിനെ കോടതിയിൽ ഹാജരാക്കണം, വിക്രം നിരപരാധിയെന്ന് തെളിയിക്കണമെന്ന് പറഞ്ഞു. വിക്രം പറഞ്ഞു, അങ്ങനെ നിരപരാധിയെന്ന് തെളിയിച്ചുകൊണ്ട് കാര്യമില്ല. എന്നാലും ഇത് ഈ കേസ് ഞാൻ വെറുതെ വിടത്തില്ല. എൻ്റെ അച്ഛനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവനും അതുമാത്രമല്ല ഇപ്പോൾ വരുണ്ണെ ഇല്ലാതാക്കിയില്ലേ, അതിനൊക്കെ തക്കതായ മറുപടി ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.